മൗലിക അവകാശങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടത്, കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രൂണർ, പിയാഷെ, ഗാഗ്നെ, വൈഗോട്സ്കി. ശരിയായ ഉത്തരം പെരുമ്പാടി ഗ്രാമത്തിന്റെ കഥ പറയുന്ന നോവൽ ഏത്? പുറ്റ്, കരിക്കോട്ടക്കരി, ചാവുനിലം, അടിയാളപ്രേതം. മലയാള ഭാഷാ വ്യാകരണം, മലയാഴ്മയുടെ വ്യാകരണം, കേരള പാണിനീയം, മധ്യമ വ്യാകരണം. ശരിയായ ഉത്തരം HSA മലയാളം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ നടന്ന HSA മലയാളം പരീക്ഷയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അവയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ബാലകലേശം എന്ന നാടകം ആരുടെ രചനയാണ്? KP കറുപ്പൻ, TK മാധവൻ, KP കേശവമേനോൻ, ഇക്കണ്ട വാര്യർ. ഇതിൽ ആരാണ് ബാലാകലേശം എന്ന നാടകം രചിച്ചത്? ഉത്തരം KP കറുപ്പനാണ്. അടുത്ത ചോദ്യം: 1.25 കോടി മലയാളികൾ ആരുടെ ഗ്രന്ഥമാണ്? G ശങ്കരക്കുറുപ്പ്, ശങ്കരൻ നമ്പൂതിരി, കോവിലൻ, വള്ളത്തോള്. ആരാണ് ഈ ശങ്കരൻ നമ്പൂതിരി? EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ എന്നത്. അടുത്ത ചോദ്യം: ഭാഷാ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിനു വേണ്ടി 1948 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷൻ വഹിച്ചത് ആരാണ്? K മാധവൻ, കൃഷ്ണസ്വാമികൾ, K കേളപ്പൻ, RV വർമ്മ. ശരിയായ ഉത്തരം K കേളപ്പനാണ്. അടുത്ത ചോദ്യം: ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഈ വാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ. ശരിയായ ഉത്തരം സഹോദരൻ അയ്യപ്പനാണ്. മറ്റൊരു ചോദ്യം: ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ, ചങ്ങമ്പുഴ, P കുഞ്ഞിരാമൻ നായർ, വള്ളത്തോൾ. ശരിയായ ഉത്തരം ബോധേശ്വരനാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക, കാനഡ, അമേരിക്ക, അയർലൻഡ്. ശരിയായ ഉത്തരം അമേരിക്കയാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യ കൈക്കൊണ്ടത്, കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത ചോദ്യം: ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ. ശരിയായ ഉത്തരം ഉമ്മൻചാണ്ടിയാണ്. അടുത്ത ചോദ്യം: പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്, PC മഹേലനോബിസ്, ഋഷിരാജ് സിംഗ്, നിർമ്മല സീതാരാമൻ. ശരിയായ ഉത്തരം PC മഹലാനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് അവർ ഭാരതത്തിലെ ജനങ്ങൾ, നാം ഭാരതത്തിലെ ജനങ്ങൾ, നിങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ, മറ്റുള്ളവർ ഭാരതത്തിലെ ജനങ്ങൾ. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? നമുക്കറിയാം. പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നാം ഭാരതത്തിലെ ജനങ്ങൾ. അടുത്ത ചോദ്യം: 2022 ജനുവരിയിൽ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെയും ഉന്നമനത്തിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ A സ്മൈൽ, ഓപ്ഷൻ B ഹോം, ഓപ്ഷൻ C ജെൻഡർ, ഓപ്ഷൻ D കാരുണ്യ. ശരിയായ ഉത്തരം സ്മൈലാണ്, സ്മൈൽ. അടുത്ത ചോദ്യം: രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി എന്ന ഖ്യാതി നേടുന്നത് സുപ്രീം കോടതി, കേരള ഹൈക്കോടതി, തമിഴ്നാട് ഹൈക്കോടതി, ഉത്തർപ്രദേശ് ഹൈക്കോടതി. ശരിയായ ഉത്തരം കേരള ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ
ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് എത്ര കാലമാണ് ഇന്ത്യയിൽ താമസിക്കേണ്ടത്? 3 വർഷം, 7 വർഷം, 5 വർഷം, 6 വർഷം? ശരിയായ ഉത്തരം 5 വർഷമാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: താഴെ പറയുന്നവ വാക്യം ഏതിൻ്റെ ഭരണഘടനയിൽ ആമുഖമായി പറഞ്ഞിരിക്കുന്നതാണ്? യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. അതിനാൽ സമാധാനത്തിൻ്റെ കോട്ട പണിയേണ്ടതും അവിടെ തന്നെയാകണം. യുനെസ്കോ, അമേരിക്ക, ഇന്ത്യ, ബ്രിട്ടൻ? ശരിയായ ഉത്തരം യുനെസ്കോയാണ്. അടുത്ത ചോദ്യം: പെഡഗോഗി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? രാഷ്ട്രത്തെ നയിക്കുക, കുട്ടിയെ നയിക്കുക, സമൂഹത്തെ നയിക്കുക, ലോകത്തെ നയിക്കുക? പെഡഗോഗിയുടെ അർത്ഥം കുട്ടിയെ നയിക്കുക എന്നാണ്. അടുത്ത ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിട്ടുള്ളവയിൽ വസ്തുനിഷ്ഠ ചോദ്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, വിലയിരുത്തുന്നത് ആരായാലും ഒരേ സ്കോർ ലഭിക്കുന്നു. ഓപ്ഷൻ ബി, ചില കുട്ടികൾക്ക് ഊഹിച്ചെഴുതി ഉത്തരം ശരിയാക്കാൻ കഴിയുന്നു. ഓപ്ഷൻ സി, വിലയിരുത്തുന്ന വ്യക്തിയുടെ വൈകാരിക അവസ്ഥ വിലയിരുത്തലിനെ സ്വാധീനിക്കുന്നു. ഓപ്ഷൻ ഡി, ഒരു ശരിയുത്തരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ്. വിലയിരുത്തുന്ന വ്യക്തിയുടെ വൈകാരിക അവസ്ഥ വിലയിരുത്തലിനെ സ്വാധീനിക്കുന്നു. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഈ റിസോഴ്സ് അല്ലാത്തത് ഏതാണ്? സ്റ്റാമ്പ് ആൽബം, വീഡിയോ ക്ലിപ്പുകൾ, അനിമേഷനുകൾ, ഓഡിയോ CD? ഏതാ ശരിയായ ഉത്തരം? സ്റ്റാമ്പ് ആൽബമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: പാഠ്യപദ്ധതി നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകമല്ലാത്തത് ഏത്? ശാസ്ത്രീയ മനോഭാവം, അറിവിൻ്റെ നിർമ്മാണവും വിനിമയവും, ദേശീയ ബോധം, സാമ്പത്തിക പരിഗണന? ശരിയായ ഉത്തരം സാമ്പത്തിക പരിഗണനയാണ്. അടുത്ത ചോദ്യം: ക്രിയാഗവേഷണ കാലഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. 1, നിഗമനങ്ങൾ രൂപീകരിക്കുക. 2, പ്രശ്നം കണ്ടെത്തുക. 3, പരികൽപ്പനകൾ രൂപപ്പെടുത്തുക. 4, വിവര വിശകലനവും ക്രോഡീകരണവും? ഏതാണ് ഇതിൻ്റെ ശരിയായ ഓർഡർ? ആദ്യം പ്രശ്നം കണ്ടെത്തുകയാണ് വേണ്ടത്. 1. പിന്നെയോ പരികൽപ്പനകൾ രൂപപ്പെടുത്തുന്നു. 3ാമതായിട്ട് വിശകലനവും ക്രോഡീകരണവുമാണ് നടത്തേണ്ടത്. 4ാമതായിട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലാണ് നിഗമനങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് 2, 3, 4, 1. അതാണ് ശരിയായ ഓർഡർ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ഇതാണ്: സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രൂണർ, പിയാഷെ, ഗാഗ്നെ, വൈഗോട്സ്കി? ശരിയായ ഉത്തരം വൈഗോട്സ്കി ആണ്. അടുത്ത ചോദ്യം: ഭാഷാവിലാസ വിവാദവുമായി ബന്ധപ്പെട്ട സാഹിത്യ വിമർശകൻ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, വിദ്വാൻ CS നായർ, സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള? ശരിയായ ഉത്തരം വിദ്വാൻ CS നായരാണ്. അടുത്ത ചോദ്യം: ഒറ്റ വ്യഞ്ജനത്തെ ഒരിക്കലോ പല പ്രാവശ്യമോ ആവർത്തിക്കുകയും കൂട്ടക്ഷരത്തെ പല പ്രാവശ്യവും ആവർത്തിക്കുകയും ചെയ്യുന്ന പ്രാസത്തെ എന്തു വിളിക്കുന്നു? വൃത്യാനുപ്രാസം, അഷ്ടപ്രാസം, ഛേകാനുപ്രാസം, ഷോഡശപ്രാസം? ഏതാ ശരിയായ ഉത്തരം? വൃത്യാനുപ്രാസമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: നെയ്തൽ തിണയിലെ ജനവിഭാഗം എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗക്കാരാണ്? ഉഴവർ, നുളയർ, എയിനർ, ആയർ? ശരിയായ ഉത്തരം നുളയർ ആണ്. അടുത്ത ചോദ്യം: അശ്വത്ഥാമാവ് എന്ന ആട്ടക്കഥയുടെ രചയിതാവ് ആര്? OMC നാരായണൻ നമ്പൂതിരിപ്പാട്, ഐമനം കൃഷ്ണ കൈമൾ, കലാമണ്ഡലം കേശവൻ, PK രാമകൃഷ്ണ നായർ? ശരിയായ ഉത്തരം കലാമണ്ഡലം കേശവനാണ്. അടുത്ത ചോദ്യം: സ്വന്ത ദുഃഖം പരന്നേകി പരദുഃഖം സ്വന്തമാക്കി ദുഃഖം ദുഃഖത്തെ വെല്ലുന്നു മനുഷ്യാവസ്ഥ ഇങ്ങനെ? ഏത് കവിതയിലെ വരികളാണ്? ഗോത്രായനം, കുതിരക്കൊമ്പ്, അഗ്നിപൂജ, അജാമിള രഹസ്യം? അയ്യപ്പ പണിക്കരുടെ ഗോത്രായനം എന്ന കൃതിയിലെ വരികളാണിത്. അടുത്ത ചോദ്യം: ആംഗല സാഹിത്യ വിമർശനത്തിൽ മാത്യു അർണോൾഡിനുള്ള സ്ഥാനം മലയാള സാഹിത്യത്തിൽ പലതുകൊണ്ടും ജോസഫ് മുണ്ടശ്ശേരി അവകാശപ്പെടുന്നു. ആരാണ് ഈ അഭിപ്രായം ഉന്നയിച്ചത്? KP അപ്പൻ, സുകുമാർ അഴീക്കോട്, MP പോള്, K ദാമോദരൻ? ശരിയായ ഉത്തരം സുകുമാർ അഴീക്കോടാണ്.
അടുത്ത ചോദ്യം, മലയാളത്തിലുണ്ടായ ആദ്യത്തെ ചമ്പൂകാവ്യം ഏതാണ്? ഉണ്ണിയച്ചി ചരിതം, അമോഘരാഘവം, ഉണ്ണി ആടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. ശരിയായ ഉത്തരം ഉണ്ണിയച്ചി ചരിതമാണ്. അടുത്ത ചോദ്യം, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പ്രതിനായകൻ എന്ന കവിത ആരുടെ സ്മരണാർത്ഥം എഴുതിയതാണ്? പി കുഞ്ഞിരാമൻ നായർ, നരേന്ദ്രപ്രസാദ്, CJ തോമസ്, MP പോൾ. ശരിയായ ഉത്തരം പ്രതിനായകൻ എന്ന കവിത നരേന്ദ്രപ്രസാദിൻ്റെ സ്മരണാർത്ഥമാണ് രചിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, തോൽക്കാപ്പിയത്തിലെ പൊരുളധികാരം ദ്രാവിഡ കാവ്യമീമാംസയുടെ ബീജരൂപമാണ്. അത് വികസിപ്പിച്ചെടുത്താൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പുരാതനവും മൂല്യവത്തുമായ ഒരു പരിസ്ഥിതി ലാവണ്യ സിദ്ധാന്തം നമുക്ക് ലഭ്യമായേക്കും. ഈ അഭിപ്രായം ആരുടേതാണ്? G മധുസൂദനൻ, ഡോക്ടർ S രാജശേഖരൻ, K അയ്യപ്പ പണിക്കർ, ഡോക്ടർ M ലീലാവതി. ശരിയായ ഉത്തരം അയ്യപ്പ പണിക്കരാണ്. അയ്യപ്പ പണിക്കരുടേതാണ് ഈ നിരീക്ഷണം. അടുത്ത ചോദ്യം, അറിവ് എന്ന പച്ച മലയാള കൃതിയുടെ രചയിതാവ് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കുണ്ടൂർ നാരായണ മേനോൻ, ശ്രീനാരായണ ഗുരു, PG രാമയ്യർ. ശരിയായ ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം, കാരയിത്രി, ഭാവയിത്രി എന്നിങ്ങനെ 2 തരത്തിൽ പ്രതിഭയെ വിഭജിച്ചത് ആരാണ്? രാജശേഖരൻ, ഭാമഹൻ, വാമനൻ, കുന്തകൻ. ശരിയായ ഉത്തരം രാജശേഖരനാണ്. അടുത്ത ചോദ്യം, സുലളിത പദവിന്യാസ രുചിരാലങ്കാര ശാലിനി മധുര മൃദുലാഭി ഗഹനഭാവ സൂക്തിരിവാപ സോൾവശി വിജയം. ഈ വരികൾ ഏത് ആട്ടക്കഥയിലേതാണ്? കല്യാണ സൗഗന്ധികം, ഭഗവതം, നിവാദ കവച കാലകേയവധം, കിർമീരവധം. ശരിയായ ഉത്തരം നിവാദ കവച കാലകേയവധമാണ്. അടുത്ത ചോദ്യം, അഭിനയ ചിന്തകൾ എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ്? PJ ആന്റണി, ആർട്ടിസ്റ്റ് PJ ചെറിയാൻ, N ഗോവിന്ദൻകുട്ടി, കാമ്പിശ്ശേരി കരുണാകരൻ. ശരിയായ ഉത്തരം കാമ്പിശ്ശേരി കരുണാകരനാണ്. അടുത്ത ചോദ്യം, പരിസ്ഥിതി സൗന്ദര്യ ശാസ്ത്രത്തിന് ഒരു മുഖവുര എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഡോക്ടർ TP സുകുമാരൻ, M അച്യുതൻ, PPK പൊതുവാൾ, സുഗതകുമാരി. ശരിയായ ഉത്തരം ഡോക്ടർ TP സുകുമാരനാണ്. അടുത്ത ചോദ്യം, കുറുമർ പള്ളിയെക്കുറിച്ചുള്ള സൂചനയുള്ള പാട്ടുകൃതി ഏതാണ്? രാമചരിതം, തിരുനിഴൽമാല, രാമകഥാപാട്ട്, കണ്ണശ്ശരാമായണം. ശരിയായ ഉത്തരം തിരുനിഴൽമാലയാണ്. അടുത്ത ചോദ്യം, 1942 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ബഷീർ രചിച്ച കൃതി ഏതാണ്? പ്രേമലേഖനം, മതിലുകൾ, ശബ്ദങ്ങൾ, വിശ്വവിഖ്യാതമായ മൂക്ക്. ശരിയായ ഉത്തരം പ്രേമലേഖനമാണ്. അടുത്ത ചോദ്യം, ആശാന്റെ ഹൃദയം എന്ന നിരൂപണ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? MS മേനോൻ, MK കുമാരൻ, ഡോക്ടർ PK നാരായണപിള്ള, K രാമചന്ദ്രൻ നായർ. ശരിയായ ഉത്തരം ഡോക്ടർ PK നാരായണപിള്ളയാണ്. അടുത്ത ചോദ്യം, വർണ്ണ്യവസ്തുവിനെ അതല്ലെന്ന് ശബ്ദം കൊണ്ടോ അർത്ഥം കൊണ്ടോ നിഷേധിച്ചിട്ട് അതിനോട് സദൃശ്യമായ മറ്റൊരു വസ്തുവാണെന്ന് പറയുന്ന അലങ്കാരം ഏത്? പരിസരഖ്യ, പരിസംഖ്യ, അഭന്യുതി, പര്യായം, പര്യായോക്തം. ശരിയായ ഉത്തരം അഭന്യുതിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കല്യാണ സൗധം എന്ന ചരിത്ര നോവലിന്റെ രചയിതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള, VT ശങ്കുണ്ണി മേനോൻ, സർദാർ KM പണിക്കർ, സ്വാമി ബ്രഹ്മവ്രതൻ. ശരിയായ ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. അടുത്ത ചോദ്യം, ചെങ്ങന്നൂർ വണ്ടി എന്ന കഥയുടെ രചയിതാവ് ആര്? M മുകുന്ദൻ, OV വിജയൻ, കാക്കനാടൻ, VP ശിവകുമാർ. ശരിയായ ഉത്തരം OV വിജയനാണ്. അടുത്ത ചോദ്യം, നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കെ ശരണം ജനങ്ങൾ സമസ്തരും സമ്മതിയാതെ കണ്ടി സമർത്ഥനോതില്ലൊരു വാക്കുപോലും. ഏത് കവിതയിലേതാണ് ഈ വരികൾ? കേരളം, ഉമാകേരളം, നല്ല ഭാഷ, കേരളോദയം. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കേരളം എന്ന കവിതയിലെ വരികളാണിത്. അടുത്ത ചോദ്യം, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന പരികൽപ്പന മുന്നോട്ട് വച്ച സൈദ്ധാന്തികൻ ആരാണ്? TS എലിയട്ട്, വേഡ്സ്വർത്ത്, അരിസ്റ്റോട്ടില്, കോളറിഡ്ജ്. ശരിയായ ഉത്തരം TS എലിയട്ടാണ്. അടുത്ത ചോദ്യം,
സംസ്കൃതാക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിക്കുന്നതുമായ ഒരു കൃതിയാണ് രാമചരിതം എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ഹെർമൻ ഗുണ്ടർട്ട്, ആറ്റൂർ കൃഷ്ണപിഷാരടി, ടി.എ. ഗോപിനാഥറാവു. ശരിയായ ഉത്തരം ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്ത ചോദ്യം, അകലങ്ങളിലെ മനുഷ്യർ എന്ന യാത്രാവിവരണം ആരുടേതാണ്? കെ ബാലകൃഷ്ണൻ, രവീന്ദ്രൻ, രാജൻ കാക്കനാടൻ, എസ്.കെ. പൊറ്റേക്കാട്ട്. ശരിയായ ഉത്തരം രവീന്ദ്രനാണ്. അടുത്ത ചോദ്യം, കേരളൻ എന്ന തൂലികാനാമത്തിൽ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയത് ആര്? പരവൂർ കേശവനാശാൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, സി.വി. കുഞ്ഞിരാമൻ. ശരിയായ ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അടുത്ത ചോദ്യം, ഇന്നുമെൻ കാതിലൂറുന്നീത് അന്നു നീ ചൊന്ന വാക്കുകൾ. ഈ വരികളിലെ അലങ്കാരം ഏത്? സൂക്ഷ്മം, സമാധി, ഭാവികം, ഉത്തരം. ഏതാ ശരിയായ ഉത്തരം? ഭാവികമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മരപിയലിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? വൃത്തം, അലങ്കാരം, രസം, പദപ്രയോഗം. ശരിയായ ഉത്തരം പദപ്രയോഗമാണ്. അടുത്ത ചോദ്യം, പെരുമ്പാടി ഗ്രാമത്തിന്റെ കഥ പറയുന്ന നോവൽ ഏത്? പുറ്റ്, കരിക്കോട്ടക്കരി, ചാവുനിലം, അടിയാളപ്രേതം. ശരിയായ ഉത്തരം പുറ്റാണ്. അടുത്ത ചോദ്യം, റാണി സന്ദേശം ആരുടെ കൃതിയാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി, സഹോദരൻ അയ്യപ്പൻ, സർദാർ കെ.എം. പണിക്കർ, വി. ഉണ്ണികൃഷ്ണൻ നായർ. ഉത്തരം സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത ചോദ്യം, വിദ്യാസംഗ്രഹം മാസിക പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1968, 1970, 1964, 1864, 1872. ശരിയായ ഉത്തരം 1864. അടുത്ത ചോദ്യം, കുഞ്ചനും തുള്ളലും എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഏവൂർ പരമേശ്വരൻ, കെ.എൻ. ഗണേഷ്, വടക്കങ്കൂർ രാജരാജവർമ്മ, സി.പി. ശ്രീധരൻ. ശരിയായ ഉത്തരം ഏവൂർ പരമേശ്വരനാണ്. അടുത്ത ചോദ്യം, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന മുദ്രാവാക്യം അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന മലയാളത്തിലെ മാസിക ഏത്? ജ്ഞാനനിക്ഷേപം, പശ്ചിമോദയം, പശ്ചിമതാരക, വിദ്യാവിലാസിനി. ശരിയായ ഉത്തരം ജ്ഞാനനിക്ഷേപമാണ്. അടുത്ത ചോദ്യം, വൃത്തകൽപദ്രുമം എന്ന കൃതിയുടെ രചയിതാവ് ആര്? കെ.കെ. വാദ്യാർ, നീലംപേരൂർ മധുസൂദനൻ നായർ, ഡോക്ടർ ടി.വി. മാത്യു, കുട്ടിക്കൃഷ്ണ മാരാർ. ശരിയായ ഉത്തരം ഡോക്ടർ ടി.വി. മാത്യു ആണ്. അടുത്ത ചോദ്യം, കാലം ഇതെന്റെ കനത്ത കരം കൊണ്ട് ലീലയാലൊന്ന് പിടിച്ചു കുലുക്കിയാൽ പാടെ പതറിക്കൊഴിഞ്ഞു പോം ബ്രഹ്മാണ്ടപാത പൂക്കളാം താരങ്ങൾ കൂടിയും. ഏത് കവിതയിലെ വരികളാണിത്? ഇന്ദ്രനും മാബലിയും, ഭൂതക്കണ്ണാടി, നക്ഷത്രഗീതം, ഭാവനാഗതി. ശരിയായ ഉത്തരം ഇന്ദ്രനും മാബലിയുമാണ്. അടുത്ത ചോദ്യം, ആധുനികതയുടെ കുറ്റസമ്മതം എന്ന ഗ്രന്ഥ നിരൂപണത്തിന്റെ രചയിതാവ് ആര്? ബാലചന്ദ്രൻ വടക്കേടത്ത്, പി. പവിത്രൻ, പ്രസന്നരാജൻ, കെ.പി. ശരത്ചന്ദ്രൻ. ശരിയായ ഉത്തരം പി. പവിത്രനാണ്. അടുത്ത ചോദ്യം, സഹസ്രയോഗം എന്ന ആയുർവേദ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ആറ്റൂർ കൃഷ്ണപിഷാരടി, വള്ളത്തോൾ നാരായണമേനോൻ, പി.എസ്. വാര്യർ, പഴയന്നൂർ രാമപിഷാരടി. ശരിയായ ഉത്തരം ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. നമുക്കറിയാം വേലായുധ പണിക്കരാണ് സഹസ്രയോഗം എന്ന ആയുർവേദ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം, ഡിഫറൻസ് എന്ന സംജ്ഞ ആവിഷ്കരിച്ചത് ആര്? മിഷേൽ ഫൂക്കോ, ദെറീദ, ഫ്രോയിഡ്, ഫ്രെഡറിക് ജെയിംസൺ. ശരിയായ ഉത്തരം ദെറീദയാണ്. ഡിഫറൻസ് എന്ന പദം പ്രയോഗിച്ചത് ദെറീദയാണ്. പിന്നെ ദ ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ബെറ്റി ഫ്രൈദാൻ, ജൂലിയ ക്രിസ്റ്റോവ, എലൈൻ ഷോവാൾട്ടർ, വെർജീനിയ വൂൾഫ്. ശരിയായ ഉത്തരം ബെറ്റി ഫ്രൈദാനാണ്. അടുത്ത ചോദ്യം, എം.കെ. സാനു എഴുതിയ അസ്തമിക്കാത്ത വെളിച്ചം എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? ആൽബർട്ട് ഷ്വേറ്റ്സർ, മാക്സിം ഗോർക്കി, ത്യാഗരാജസ്വാമികൾ, വിദ്വാൻ പി. കേളുനായർ. ശരിയായ ഉത്തരം ആൽബർട്ട് ഷ്വേറ്റ്സർ ആണ്. അടുത്ത ചോദ്യം, ഹെറ്ററോഗ്ലോസിയ എന്ന സംജ്ഞ ആവിഷ്കരിച്ചത് ആര്? ലെക്കാൻ, വാൾട്ടർ ബെഞ്ചമിൻ, മിഖായേൽ ബക്തിൻ, എഡ്വേർഡ് സെയ്ദ്. ഹെറ്ററോഗ്ലോസിയ എന്ന സംജ്ഞ രചിച്ചത് മിഖായേൽ ഭക്തിനാണ്. അടുത്ത ചോദ്യം,
മലയാള ഭാഷയിലെ ആദ്യത്തെ പത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച വർഷമേത്? 1862, 1851, 1847, 1850. ശരിയായ ഉത്തരം 1847 ആണ്. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ ഉദയവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശരിയായ ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? അന്തശ്ചിദ്രം എന്നുള്ളത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത്? ഓപ്ഷൻ എ ആണ്, ഛായും ഛായും കൂടി ചേരുന്നതാണ്. ഇതാണ് അന്തശ്ചിദ്രം എന്ന് ശരിയായിട്ട് എഴുതേണ്ട രീതി. അടുത്ത ചോദ്യം ഇതാണ്, 800 സന്ധി ഏത്? എൺ പ്ലസ് 100 അല്ലെ, നാ പോയിട്ട് നാ വരുന്നത് കൊണ്ട് അത് ആദേശ സന്ധിക്കുള്ള ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകനാര്? ആനന്ദഭട്ടൻ, വാഗ്ഭടാനന്ദൻ, ആനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി. ശരിയായ ഉത്തരം വാഗ്ഭടാനന്ദനാണ്. അടുത്ത ചോദ്യം, ഭാഷാശാസ്ത്ര വിവേകം എന്ന ഗ്രന്ഥം എഴുതിയതാര്? ഡോക്ടർ KM പ്രഭാകര വാര്യർ, അച്യുത വാര്യർ, ഡോക്ടർ PV വേലായുധൻ പിള്ള, NR ഗോപിനാഥ പിള്ള. ശരിയായ ഉത്തരം ഡോക്ടർ KM പ്രഭാകര വാര്യരാണ്. അടുത്ത ചോദ്യം, ഭാഷാ സംക്രമവാദം അവതരിപ്പിച്ചതാര്? ഡോക്ടർ K ഗോദവർമ്മ, ആറ്റൂർ കൃഷ്ണപിഷാരടി, R നാരായണ പണിക്കർ, CL ആന്റണി. ശരിയായ ഉത്തരം CL ആന്റണിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സസ്യജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന്റെ നിർമ്മിതിയിൽ പങ്കാളിയായിരുന്ന വൈദ്യൻ ആരാണ്? ഇട്ടി രാമൻ, ഇട്ടി അച്യുതൻ, P രാമൻ, R ഗോപിനാഥ പിള്ള. ശരിയായ ഉത്തരം ഇട്ടി അച്യുതനാണ്. അടുത്ത ചോദ്യം ഇതാണ്, കേരള പാണിനീയം 1-ാം പതിപ്പ് പ്രസിദ്ധീകരിച്ച വർഷമേത്? 1890, 1891, 1892, 1896. ശരിയായ ഉത്തരം 1896 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, ഭഗവത്ഗീതയ്ക്ക് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിവർത്തനം തയ്യാറാക്കിയതാര്? ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, കരുണേശപ്പണിക്കർ. ശരിയായ ഉത്തരം മാധവപ്പണിക്കരാണ്. അടുത്ത ചോദ്യം ഇതാണ്, വിഗതകുമാരൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? JC ഡാനിയൽ, S നെട്ടാണി, രാമദാസ്, PA ബക്കർ. ശരിയായ ഉത്തരം മലയാള സിനിമയുടെ പിതാവ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട JC ഡാനിയലാണ് വിഗതകുമാരൻ, മലയാളത്തിലെ ആദ്യ ചിത്രം, നിശബ്ദ ചിത്രം കൂടിയായ വിഗതകുമാരൻ സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, കന്യക എന്ന നാടകത്തിന്റെ കർത്താവ്? EM കോവൂര്, CJ തോമസ്, N കൃഷ്ണപിള്ള, KT മുഹമ്മദ്. ശരിയായ ഉത്തരം N കൃഷ്ണപിള്ളയാണ്. അടുത്ത ചോദ്യം, പ്രകൃതിയും ഇടനിലയും ചേർന്നിട്ടുള്ള പദഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? പ്രത്യയം, വിഭക്തി, മാത്ര, അംഗം. ശരിയായ ഉത്തരം അംഗമാണ്. അടുത്ത ചോദ്യം, ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിന്റെ കർത്താവ് ആരാണ്? ഇളങ്കോവടികൾ, വള്ളുവർ, ഔവയാർ, കീരനാർ. ശരിയായ ഉത്തരം ഇളങ്കോവടികളാണ്. അടുത്ത ചോദ്യം ഇതാണ്, പെരുകി വന്ന നാടകങ്ങളെയും നാടകകർത്താക്കളെയും പരിഹസിച്ചുകൊണ്ട് മുൻഷി രാമക്കുറുപ്പ് രചിച്ച നാടകത്തിന്റെ പേര്? മനോരമാ വിജയം, ചക്കി ചങ്കരം, ഊമവിവാഹം, ലക്ഷണാസംഘം. ശരിയായ ഉത്തരം ചക്കി ചങ്കരമാണ്. അടുത്ത ചോദ്യം ഇതാണ്, അർത്ഥമുള്ള ഘടകങ്ങളിൽ ഏറ്റവും ചെറിയവ ഏതാണ്? സ്വനം, സ്വനിമം, ഉപസ്വനം, രൂപിമം. ശരിയായ ഉത്തരം രൂപിമമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ആദ്യത്തെ മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥത്തിന്റെ പേര്? മലയാള ഭാഷാ ചരിത്രം, സാഹിത്യ ചരിത്രം, ഭാഷാ സാഹിത്യ ചരിത്രം, തിരുവിതാംകൂർ ചരിത്രം. ശരിയായ ഉത്തരം മലയാള ഭാഷാ ചരിത്രമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ചാക്യാന്മാരും നങ്ങ്യാന്മാരും കൂടിച്ചേർന്നുള്ള സംസ്കൃത നാടക അഭിനയമാണ് കൂത്ത്, കഥകളി, കൃഷ്ണനാട്ടം, കൂടിയാട്ടം. ശരിയായ ഉത്തരം കൂടിയാട്ടമാണ്. അടുത്ത ചോദ്യം ഇതാണ്, പ്രജനക വ്യാകരണത്തെ സിദ്ധാന്ത പദവിയിലേക്ക് ഉയർത്തിയതാര്? KL പൈക്ക്, ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി, ആൽബർട്ട് സെഷി. ശരിയായ ഉത്തരം നോം ചോംസ്കിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നാടോടി നാടകങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ചുമ്മാർ ചൂണ്ടൽ, അച്യുതമേനോൻ, ഡോക്ടർ MC രാഘവൻ, ഡോക്ടർ SK നായർ. ശരിയായ ഉത്തരം ഡോക്ടർ SK നായരാണ്. അടുത്ത ചോദ്യം,
കേരളീയൻ എഴുതിയ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ പേര് മലയാള ഭാഷാ വ്യാകരണം, മലയാഴ്മയുടെ വ്യാകരണം, കേരള പാണിനീയം, മധ്യമ വ്യാകരണം. ശരിയായ ഉത്തരം ജോർജ് മാത്തൻ തരകൻ്റെ മലയാഴ്മയുടെ വ്യാകരണമാണ് കേട്ടോ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗിബ്സൺ, ന്യൂറോമാൻസർ, ഹുസൈൻ, എസ്പർ ആർസത്ത്. ശരിയായ ഉത്തരം വില്യം ഗിബ്സൺ ആണ്. അടുത്ത ചോദ്യം, കേരള പഴമ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ബെയ്ലി, ജോർജ് മാത്തൻ, AR രാജരാജവർമ്മ, ഗുണ്ടർട്ട്. ശരിയായ ഉത്തരം ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്ത ചോദ്യം ഇതാണ്, സംഘകാലത്തെ സമരദേവത എന്നറിയപ്പെട്ടിരുന്നത് വേന്തൻ, മായോൻ, കൊറ്റവൈ, ചേയോൻ. ശരിയായ ഉത്തരം കൊറ്റവൈയാണ്. അടുത്ത ചോദ്യം, 1966 പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ മലയാള സിനിമ ഏത്? നീലക്കുയിൽ, ബാലൻ, ചെമ്മീൻ, വിഗതകുമാരൻ. ശരിയായ ഉത്തരം ചെമ്മീനാണ്. അടുത്ത ചോദ്യം, ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളാണുള്ളത്? 4, 8, 7, 9. ശരിയായ ഉത്തരം 8 ശില്പങ്ങളാണ് ലീലാതിലകത്തിൽ ഉള്ളത്. അടുത്ത ചോദ്യം, ഫോക്ലോർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഗ്രിം ബ്രദേഴ്സ്, മാക്സ് മുള്ളർ, സ്റ്റിത്ത് തോംസൺ, വില്യം ജോൺ തോംസ്. ആരാണ്? വില്യം ജോൺ തോംസ് ആണ് ആദ്യമായിട്ട് ഫോക്ലോർ എന്ന പദം പ്രയോഗിച്ചത്. അടുത്ത ചോദ്യം, ഭാഷാശാസ്ത്രത്തിൻ്റെ ബൈബിളായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ലാംഗ്വേജ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി, CF ഹോക്കറ്റ്, KL പൈക്ക്. ശരിയായ ഉത്തരം ബ്ലൂംഫീൽഡ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, സംസ്കൃത ഹിമഗിരി ഗളിത, ദ്രാവിഡവാണി കളിന്തജ മിളിത എന്ന് തുടങ്ങുന്ന മംഗള ശ്ലോകം ഏത് കൃതിയിലുള്ളതാണ്? ലീലാതിലകം, രാമചരിതം, കേരള കൗമുദി, ഭാഷാ കൗമുദി. ശരിയായ ഉത്തരം കേരള കൗമുദിയാണ്. അടുത്ത ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാതൃഭാഷയായി കരുതപ്പെടുന്ന ഭാഷ ഏതാണ്? ക്ഷമിക്കണം, മാതൃഭാഷയല്ല, മൃതഭാഷയായി കരുതപ്പെടുന്ന ഭാഷ ഏതാണ്? തമിഴ്, തെലുങ്ക്, മലയാളം, സംസ്കൃതം. ശരിയായ ഉത്തരം സംസ്കൃതമാണ്. അടുത്ത ചോദ്യം ഇതാണ്, മണ്ണ് എന്നതിലെ സന്ധി നിയമം ഏതാണ്? നോണഹ, ലോനെ, നസ്തസ്യടഹ, നേനഹ. ഏതാ ശരിയായ ഉത്തരം? നോണഹ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്, ലഭ്യമായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി ഏതാണ്? രാമകഥാപാട്ട്, രാമായണ ഗീതം, കണ്ണശ രാമായണം, രാമചരിതം. ഉത്തരം രാമചരിതമാണ്. അടുത്ത ചോദ്യം, 1867 തിരുവിതാംകൂറിൽ ആരംഭിച്ച ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, അണ്ണായി രായർ, AR രാജരാജവർമ്മ, മാധവരായർ. ഉത്തരം എന്താണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ജന്മി സമ്പ്രദായം നിർത്തൽ ചെയ്യപ്പെട്ട വർഷമേത്? 1970 ജനുവരി 1, 1963 ഒക്ടോബർ 18, 1969 നവംബർ 1, 1959 ജൂൺ 10. ശരിയായ ഉത്തരം 1970 ജനുവരി 1. അടുത്ത ചോദ്യം ഇതാണ്, പാഞ്ചാല രാജതനയെ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ ശൃംഗാരപദം ഏത് കൃതിയിലുള്ളതാണ്? കീചകവധം, നളചരിതം, കല്യാണ സൗഗന്ധികം, ഉത്തരാ സ്വയംവരം. ശരിയായ ഉത്തരം കല്യാണ സൗഗന്ധികമാണ്. അടുത്ത ചോദ്യം ഇതാണ്, വിദ്യാവിനോദിനിയുടെ പ്രഥമ പത്രാധിപർ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള, KP കേശവമേനോൻ, K രാമകൃഷ്ണപിള്ള, CP അച്യുതമേനോൻ. ശരിയായ ഉത്തരം CP അച്യുതമേനോനാണ്. അടുത്ത ചോദ്യം ഇതാണ്, കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശാസനം ഏതാണ്? തരിശാപ്പിള്ളി ശാസനം, വാഴപ്പിള്ളി ശാസനം, ജൂതശാസനം, തിരുനെല്ലി ശാസനം. ശരിയായ ഉത്തരം വാഴപ്പിള്ളി ശാസനമാണ്. അടുത്ത ചോദ്യം, ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും, ആയതല്ലെങ്കിൽ തിരിക്കും എന്ന കുഞ്ചൻ നമ്പ്യാരുടെ ഫലിത പ്രയോഗം ഏത് തുള്ളലിലുള്ളതാണ്? കുംഭകർണവധം, ഹനുമത് ഉദ്ഭവം, കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം. ഉത്തരം കുംഭകർണവധമാണ്. അടുത്ത ചോദ്യം, കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? KM ജോർജ്, ഉള്ളൂർ S പരമേശ്വരയ്യർ, P ഗോവിന്ദപിള്ള, ഇളംകുളം കുഞ്ഞൻപിള്ള. ശരിയായ ഉത്തരം ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്.
അടുത്തതും അവസാനത്തേതുമായ ചോദ്യം ഇതാണ്. സാഹിത്യത്തിൽ തിരുവാതിരപ്പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മച്ചാട്ടിളയതിൻ്റെ ശരിയായ പേര് എന്താണ്? ശാന്തംപിള്ളി കൊച്ചിളയത്, ശാന്തംപിള്ളി ഗോവിന്ദൻ ഇളയത്, ശാന്തംപിള്ളി നാരായണൻ ഇളയത്, ശാന്തംപിള്ളി മംഗലം ഇളയത്. ശരിയായ ഉത്തരം ശാന്തംപിള്ളി നാരായണൻ ഇളയതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണത്തെ HSA പരീക്ഷയിൽ ചോദിച്ചിരുന്നത്. ഇതിൻ്റെ വിശകലനവുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്തത് ചോദ്യവും അതിൻ്റെ ഉത്തരവും മാത്രമാണ്. അപ്പോൾ HSA പരീക്ഷയുടെ നിലവാരം എന്താണ് എന്നറിയാനായിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.